ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത് JBLൻ്റെ 5.2 ചാനൽ AV റിസീവറാണ്. ഇത് പുതിയതായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പുറത്ത് ഒരു വർഷത്തോളമായി ഇത് ഇറങ്ങിയിട്ട്. JBL MA310 എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് മോഡലായിട്ടുള്ള 5.2 ചാനൽ AV റിസീവറാണിത്. JBLൻ്റെ 5 മോഡലുകളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 2 മോഡലുകൾ 5.2 ചാനലാണ്. പിന്നെ വരുന്നത് 7.2 ചാനൽ വരുന്നുണ്ട്, 9.2 ചാനൽ വരുന്നുണ്ട്. ഈ മോഡൽ വരുന്നത് 4K സപ്പോർട്ടഡ് ആണ്. HDMI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, DTS HD മാസ്റ്റർ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൽ ഓഡിയോ ഫോർമാറ്റുകളായിട്ട് വരുന്നത്. ഇത് ബേസ് മോഡൽ ആംപ്ലിഫയർ ആണ്. ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, അവരെ റിമോട്ട് കേബിളുകളെല്ലാം ഒരു ചെറിയ ബോക്സിനകത്താണ്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ഇതാണ് അവരെ ആക്സസറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബോക്സാണത്. ഇതിൽ വരുന്നത് ഒരു പവർ കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു റിമോട്ട് വരുന്നുണ്ട്. അത് വളരെ ചെറിയൊരു റിമോട്ടാണ്. അതേപോലെ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു ബ്ലൂടൂത്ത് ആൻറ്റിനയാണ്. ആംപ്ലിഫയർ ഒരു സോഫ്റ്റ് ക്ലോത്തിൽ ഒരു നല്ലോണം പാക്ക് ചെയ്തിട്ട് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. ഫ്രണ്ട് പാനൽ ഗ്ലാസ് പോലുള്ള ഒരു ഫൈബർ മെറ്റീരിയലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് സെലക്ട് ചെയ്യണ നോബ് വരുന്നത്. അതുപോലെ ഇത് പവർ ബട്ടണാണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ചെറിയൊരു ഡിസ്പ്ലേ ആണ്. അത് കളറല്ല, ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ ഇത് വോളിയം നോബാണ്. പിന്നെ അതേപോലെ ഇവിടെ മാനുവലായിട്ട് സെലക്ട് ചെയ്യാനുള്ള കുറേ സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇൻപുട്ട്, മെനു തുടങ്ങിയിട്ടുള്ള സ്വിച്ചുകൾ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. പിന്നെ ഇതിലൊരു ആ ഗ്ലാസിൻ്റെ സൈഡിലൊരു ഓറഞ്ച് കളർ ഒരു ബീഡിങ് പോലൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഗ്രില്ല്, മുകളിൽ കാണുന്ന ഗ്രില്ല് എൻ്റെ അടിയിലൊരു നെറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറേ ഡസ്റ്റ്, കുറേ ഉള്ളിൽ പോകുന്ന കുറേ തടയാനത് സഹായിക്കും. അതൊക്കെ വളരെ സേഫ്റ്റിയോട് കൂടി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ള പഴയ ടൈപ്പ് ആംപ്ലിഫയറിനൊക്കെ അത് ഉള്ളിലുള്ള നമുക്ക് HDMI ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ റിയർ പാനൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് ആംപ്ലിഫയറിന് ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഈ മോഡലിൽ. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ ടെർമിനൽ എന്ന് പറയുന്നത്. അത് ക്ലിപ്പ് ടൈപ്പ് അല്ല, സ്ക്രൂ ടൈപ്പാണ്. അത് അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ HDMI ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. 4 എണ്ണമാണ് വരുന്നത്. പിന്നെ ഒരു HDMI ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു HDMI പോർട്ടാണ്. ഇതിൽ ARC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതാണ് ഇതിൻ്റെ USB പോർട്ട് വരുന്നത്. പിന്നെ ഇത് ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ് വരുന്നത്. അതേപോലെ കോയാക്സിയൽ ഡിജിറ്റൽ ഇൻപുട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് അനലോഗ് കണക്ടിവിറ്റിയാണ്. 4 പോർട്ടായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഇതാണ് 2 സബ് വൂഫർ എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രീ ഔട്ടാണ് വരുന്നത്. ഇത് ബ്ലൂടൂത്ത് ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിയർ പാനലിൽ വരുന്നത്. കണക്ടിവിറ്റികളൊക്കെയാണ് വരുന്നത്. ഇതുവരെ സ്പീക്കറിൽ കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത് യൂസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ.
ഇത് ഞാൻ ഫസ്റ്റ് വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളും കാണിച്ചതാണ്. ഇപ്പോൾ ബേസ് മോഡൽ ആംപ്ലിഫയർ തിരയുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു റിസീവർ ആയിരിക്കും ഇത്. ഹെർമൻ ഗാർഡിൻ്റെ ഹേവിയർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം JBL മാത്രമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള റിസീവറുകളാണിത്. ഇത് 5 മോഡലുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസ് മോഡലാണിത്. അതേപോലെ തന്നെ ഇത് 8 ohmsൽ 60 watts 2 ചാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇനി ഞാനിത് വർക്ക് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം. എത്രത്തോളം മറ്റുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പുതിയ റിസീവറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും അതേപോലെ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും AV ഗാലറിയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ ഇവിടുന്ന് ഈ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.